ഏ അമ്മേ, നിങ്ങൾക്കൊരു മോളും കൂടി വേണമായിരുന്നല്ലേ? ചൂട് നല്ലോണം മൂക്കുമ്പോ തലയിൽ ഓരോന്ന് തോന്നിയാ നിങ്ങളെ മൂന്നെണ്ണത്തിന്റെ വളർത്തേണ്ട ബുദ്ധിമുട്ടെന്നെ എനിക്കിപ്പം വിചാരിക്കാൻ കഴിയുന്നില്ല. അല്ല, വീട്ടിലെ പണിക്ക് ഒരാളായല്ല. ഹാ മനസ്സിലിരിപ്പ് നല്ല തന്നെ അല്ലേ? ഓ അപ്പൊ ഒരു മോളുണ്ടെങ്കിൽ ആ മോളെ കൊണ്ട് എല്ലാം പണിയെടുപ്പിക്കാലാ. ഇതൊന്നും ഇങ്ങനെയല്ലേ പണ്ടേ ഉള്ളതാണ്. ഒരു പെൺകുഞ്ഞി ഉണ്ടായിരുന്നല്ലോ, അതിനോട് എപ്പം വീട്ടിൽ അവർ പറയാം. എൻ്റെ എല്ലാം പ്രായത്തിലുള്ള കാലഘട്ടത്തിൽ പറയുന്നതാണ്, എല്ലാ പണിയെടുക്കണം കേട്ടോ, എല്ലാ പണി ഇടുന്നേ പഠിക്കണം, എന്നാലേ പോയെടുത്ത് പണിയെടുക്കാൻ കഴിയും. ഇല്ലെങ്കിൽ അവർ പറയുന്നു നമുക്ക് പിന്നെ ജനിച്ച മുതലേ വീട്ടിലെ പണിയെടുക്കണം, കല്യാണം കഴിഞ്ഞ് പോയാൽ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലെ പണിയെടുക്കണം, ചാവുന്നവരെ പണിയെടുത്തോളാം. ഇന്ന് പെൺകുഞ്ഞുക്ക് മാത്രം ഇങ്ങനെ പണിയെടുക്കണ്ടല്ലോ. എൻ്റെ എല്ലാം അഭിപ്രായം എന്നറിയാം. നമ്മളെ മക്കളെ, നമ്മളെ പെൺകുഞ്ഞാളെ നമ്മളിങ്ങനെ പൊന്നു പോലെ നോക്കണം. കല്യാണം കഴിയുന്നവരെ അവരെ കൊണ്ട് ഈർക്കളി പോലെ എടുപ്പിക്കാൻ പാടില്ല. പണി പഠിക്കണം. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പണി പഠിക്കണം, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ നല്ലോണം അടുക്കള പണി എടുക്കുകയും ചെയ്തോട്ടെ. പക്ഷെ നിർബന്ധിച്ചൊന്നും എടുപ്പിക്കേണ്ട ഒരാവശ്യമില്ല, എല്ലാം അറിഞ്ഞു വെക്കണം. പഠിപ്പിക്കേണ്ട ഒരാവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങളെ അഭിപ്രായം എന്താണെങ്കിൽ ഇത് വെച്ച് പറഞ്ഞത് ശരിയോ തെറ്റോ നിങ്ങൾ പറഞ്ഞാട്ടെ. എനിക്കത് ഇഷ്ടം. പെൺകുഞ്ഞാൽ നല്ലോണം പഠിച്ചിട്ട് അവരങ്ങ് പറഞ്ഞ് നടക്കട്ടെ. അവർക്ക് എപ്പാന്ന് പിന്നെ പണിയെടുക്കണം തോന്നുന്നു അന്നേരം അവർ പണിയെടുത്താൽ മതി അല്ലേ? ഇഷ്ടമല്ലെങ്കിൽ പറയണേ.